ശമൂവേൽ അദ്ധ്യായം 17. അനന്തരം ഫെലിസ്ത്യർ സൈന്യത്തെ യുദ്ധത്തിനു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോക്കോവിൽ ഒരുമിച്ചുകൂടി. സോക്കോയ്ക്കും അസെക്കയ്ക്കും മധ്യേ എഫെസ്ദമ്മീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേല്യരും കൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് യുദ്ധത്തിന് അണിനിരത്തി. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേല്യർ അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോല്യാത്ത് എന്ന ഒരു മല്ലൻ മുന്നോട്ട് വന്നു. അവൻ 6 മുഴവും 1 ചാണും നീളമുള്ളവനായിരുന്നു. അവൻ്റെ തലയിൽ ഒരു താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്രകവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു കുന്തവും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. അവൻ നിന്നു ഇസ്രായേൽ നിരയോട് വിളിച്ചു പറഞ്ഞത്: നിങ്ങൾ വന്ന് ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ സേവകരും അല്ലയോ? നിങ്ങൾ ഒരുവനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് മല്ലയുദ്ധം ചെയ്ത് എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകൾ ആകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും: ഞാൻ ഇന്ന് ഇസ്രായേൽ നിരയെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ പൊരുതേണ്ടതിന് ഒരുവനെ വിട്ടുതരുവിൻ എന്ന് പറഞ്ഞു. ഫെലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലരും കേട്ടപ്പോൾ ഭ്രമിച്ചുപോയി. ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ യിശ്ശായി എന്നു പേരുള്ള ഒരു അഫ്രാത്യൻ്റെ മകൻ ആയിരുന്നു. യിശ്ശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിൻ്റെ കാലത്ത് പ്രായം ചെന്ന വൃദ്ധനായിരുന്നു. യിശ്ശായിയുടെ മൂത്ത മക്കൾ 3 ശൗലിൻ്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവൻ്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തവൻ ശമ്മയും ആയിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ 3 ശൗലിൻ്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിപ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. യിശ്ശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞു: ഈ ഒരു പറ മലരും 10 അപ്പവും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് വിവരം വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേല്യർ എല്ലാം ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റു ആടുകളെ കാവൽക്കാരൻ്റെ അടുക്കൽ വിട്ടിട്ട്
ഈശായി തന്നോട് കൽപ്പിച്ചതെല്ലാം എടുത്തുകൊണ്ട് ചെന്ന് രണഭൂമിയിൽ എത്തിയപ്പോൾ സൈന്യം യുദ്ധത്തിന് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു നിന്നു. ദാവീദ് തൻ്റെ സാധനങ്ങൾ പടക്കോപ്പുകളുടെ അടുക്കൽ വെച്ച് അണിയിൽ ഓടിച്ചെന്നു തൻ്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗിദ്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരയിൽ നിന്ന് വന്ന് മുൻവാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരെല്ലാം ഏറ്റവും ഭയപ്പെട്ടു. അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഇസ്രായേല്യർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഇസ്രായേല്യർ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് അപമാനം നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നിന്നതൊക്കെയും കൊടുക്കും എന്നവനോട് പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ കയ്യിൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. യുദ്ധം കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാൻ ഇപ്പോൾ എന്തു ചെയ്യും? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരുവനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുൻപോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് പൊരുതുവാൻ നിനക്ക് കഴിവില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, പൊയ്ക്കൊള്ളുക, ദൈവം നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു.
ശൗൽ തൻ്റെ പടച്ചട്ട ദാവീദിനെ ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ ആമ്രശിരസ്ത്രം വച്ചു. തൻ്റെ കവചവും അവനെ ഇടുവിച്ചു. പടച്ചട്ടമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടന്നു നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ പരിചയിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഇടയ സഞ്ചിയിൽ ഇട്ടു. കയ്യിൽ കവിണയുമായി ഫെലിസ്ത്യനോടടുത്ത് ഫെലിസ്ത്യനും ദാവീദിനോടടുത്തു. പരിചയക്കാരനും അവൻ്റെ മുമ്പേ നടന്ന് ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. എൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ആക്ഷേപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വരിക, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞു, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരയുടെ ദൈവമായ ബലവാനായ കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അവൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. തന്നെയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും. ദൈവം വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. യുദ്ധം ദൈവത്തിനുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ധൃതിയിൽ ഫെലിസ്ത്യനോട് എതിർപ്പാൻ നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടൊരു കല്ലെടുത്ത് കവിണയിൽ വച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നു. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തു അവനെ കൊന്നു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചു എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദ്യരും പുറപ്പെട്ട് ആർപ്പ് വിളിച്ചു. എക്രോൻ വാതിലുകൾ വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ ഹതന്മാർ ശയരയീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണു കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയടിക്കുകയും ചെയ്തു. ദാവീദ് ഫെലിസ്ത്യൻ്റെ തല എടുത്ത് അത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ആയുധവർഗമോ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വച്ചു.
ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരിനോട്, അബ്നേരെ, ഈ യുവാവ് ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ, തിരുമേനിയാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ യുവാവ് ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, യുവാവേ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബെത്ലഹേമിനായ നിന്റെ ദാസൻ ഇശ്ശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.